ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതു സർക്കാർ. ആ അമിതാവേശത്തിൽ ജനവിധി തേടാനിറങ്ങുന്ന ഇടത്തിന് അശുഭമായ വാർത്തകളാണ് 4 കോണുകളിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. പിണറായി മന്ത്രിസഭയിലെ പ്രമുഖരായ 5 മന്ത്രിമാർ ഇക്കുറി കടുത്ത പരാജയ ഭീതിയിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത്. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഭരണവിരുദ്ധ വികാരവും പരിശോധിക്കുമ്പോൾ ഇടതുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ പോലും അട്ടിമറി സാധ്യതകളാണ് പ്രവചിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ മണ്ഡലങ്ങളിലെ നിലവിലെ സാഹചര്യം ഇടതുമുന്നണിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വി ശിവൻകുട്ടിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കഴിഞ്ഞ തവണ BJP-യിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ച ആവേശം ഇത്തവണ LDF ക്യാമ്പുകളിൽ കാണാനില്ല. മണ്ഡലത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി KS ശബരിനാഥനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേന്ദ്രമന്ത്രി എന്ന ടാഗിൽ BJP രാജീവ് ചന്ദ്രശേഖറിനെ ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും കാര്യമായ നേട്ടമില്ലെന്നാണ് ജനസംസാരം. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണങ്ങൾ കോൺഗ്രസ് ശക്തമായി തന്നെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒത്ത എതിരാളിയായി നിൽക്കുന്നത് ശബരിനാഥൻ തന്നെയാണ്. തലസ്ഥാനത്ത് ശബരിനാഥിന് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വരെ കളത്തിലിറങ്ങി പ്രചാരണം കൊഴുപ്പിക്കുന്നുമുണ്ട്. ശിവൻകുട്ടിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും മണ്ഡലത്തിലെ വികസന മുരടിപ്പും വോട്ടർമാരെ അകറ്റിയെന്ന വിലയിരുത്തലാണുള്ളത്. SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ ലഭിച്ചാലും ഇക്കുറി നിയമത്ത് അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും കടുത്ത പോരാട്ടത്തിലാണ്. ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ തോൽപ്പിച്ച് കൊട്ടാരക്കരയെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ച ഐഷ പോറ്റിയെ പാർട്ടി നിഷ്കരണം അവഗണിക്കുകയായിരുന്നു. ഒടുവിൽ ഐഷ പോറ്റി UDF പക്ഷത്തേക്ക് ചാഞ്ഞതും ബാലഗോപാലിന് തിരിച്ചടിയാണ് സമ്മാനിക്കുക. NSS വോട്ടുകളിൽ വലിയ സ്വാധീനമുള്ള ബാലഗോപാലിന് ഇക്കുറി ആ വോട്ടുകൾ കൃത്യമായി ലഭിക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. കഴിഞ്ഞ തവണ 10,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണെങ്കിലും ഇത്തവണ UDF സ്ഥാനാർത്ഥി ഉയർത്തുന്ന വെല്ലുവിളി ബാലഗോപാലിനെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിനെതിരെയുള്ള വികാരം അതിശക്തമാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തുണ്ടായ വിവിധ വിവാദങ്ങൾ മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഭകളുടെ നിലപാടുകൾ ഇക്കുറി വീണ ജോർജിന് അനുകൂലമാകില്ല. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയോടെ കഴിഞ്ഞ തവണ വിജയിച്ചുവെങ്കിലും ഇത്തവണ UDF രംഗത്തിറക്കിയിരിക്കുന്ന അബിൻ വർക്കിക്ക് സഭയ്ക്കുള്ളിൽ വലിയ സ്വീകാര്യതയുണ്ട്. സഭാ വോട്ടുകൾ ഭിന്നിക്കുന്നതും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ സജീവ സാന്നിധ്യവും മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ജനങ്ങളുമായി വേണ്ടത്ര സമ്പർക്കം പുലർത്തുന്നില്ല എന്ന പരാതിയും വീണ ജോർജിന് ഇക്കുറി വിനയാകാൻ സാധ്യതയുണ്ട്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തിരിച്ചടികളും മന്ത്രിക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കഷ്ടിച്ച് കടന്നുകൂടിയ മണ്ഡലത്തിൽ ഇത്തവണ UDF വലിയ ആവേശത്തിലാണ്. ഒരു നല്ല ജനപ്രതിനിധി എന്ന നിലയിൽ പേരെടുക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം വോട്ടർമാർക്കിടയിൽ ശക്തമാണ്. ഇരിങ്ങാലക്കുടയിലെ രാഷ്ട്രീയ ചായ്വ് ഇത്തവണ വലതുപക്ഷത്തേക്ക് നീങ്ങുമെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. PV അൻവർ MLA-യുടെ സാന്നിധ്യമാണ് ഇവിടെ റിയാസിന് പ്രധാന തലവേദനയാകുന്നത്. അൻവർ മണ്ഡലത്തിൽ നടത്തുന്ന നീക്കങ്ങളും ഭരണവിരുദ്ധ വികാരവും ചേരുമ്പോൾ ബേപ്പൂരിലെ ഇടതുകോട്ടയിളകാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി റിയാസിനെ വളർത്താനുള്ള നീക്കങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില മുറുമുറുപ്പുകൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവും ശക്തമായ പ്രചാരണം കാഴ്ചവെക്കുന്നതോടെ ബേപ്പൂരിലെ ഫലം അപ്രവചനീയമാകും. ഈ 5 മന്ത്രിമാരും പരാജയപ്പെട്ടാൽ അത് പിണറായി സർക്കാരിനും ഇടതുമുന്നണിക്കും ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. മുതിർന്ന മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ കാര്യവും അത്ര സുരക്ഷിതമല്ല. ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കെതിരെയുണ്ടെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പലപ്പോഴും മാധ്യമങ്ങളോട് ക്ഷുഭിതരാകുന്നതെന്ന ആക്ഷേപവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. PR വർക്കുകൾ കൊണ്ട് ഇക്കുറി തിരിച്ചടി മറികടക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇടത് കേന്ദ്രങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു.